പാലിയേക്കര ടോൾ പ്ലാസ ബൂത്ത് മാനേജിംഗ് ഡയറക്ടർക്കും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനും വാറണ്ട്. ഉപഭോക്തൃ കോടതി വിധി ലംഘിച്ചതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇപ്പോൾ ഈ വാറണ്ട്. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, തൃശൂർ സ്വദേശിയായിട്ടുള്ള ജോർജ് തട്ടിൽ ഒരു ഹർജി നൽകിയിരുന്നു. അതായത് ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിച്ചുവെന്നും അതോടൊപ്പം തന്നെ മാഞ്ഞു പോകുന്ന രസീതുകൾ നൽകി എന്നുള്ളതുമായിരുന്നു ഈ പരാതി. ഈ പരാതിയിൽ മേൽ കഴമ്പുണ്ടെന്ന് കോടതി കണ്ടെത്തുകയും 10,000 രൂപ നഷ്ടപരിഹാരം ഈ ജോർജിന് നൽകാൻ വിധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അന്ന് കോടതി സുപ്രധാനമായി പറഞ്ഞിരുന്നത് ഈ മാഞ്ഞു പോകാത്ത തരത്തിലുള്ള ടോൾ രസീതുകൾ നൽകണം എന്നൊരു നിർദ്ദേശമായിരുന്നു, ഉത്തരവായിരുന്നു കോടതി നൽകിയത്. പക്ഷേ മാസങ്ങൾക്കിപ്പുറം ജോർജും കുടുംബവും വീണ്ടും ഇതുവഴി സഞ്ചരിക്കുന്നു. ആ സമയത്ത് നൽകിയ രസീത് മാഞ്ഞു പോകുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞ പ്രകാരമുള്ള നഷ്ടപരിഹാരവും നൽകിയിരുന്നില്ല. തുടർന്നാണ് ജോർജ് ഈ കോടതി വിധി പാലിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പാലിയേക്കര ടോൾ ബൂത്ത് മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി എന്നിവരുടെ പ്രതികളെക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കോടതി കടന്നിരിക്കുന്നു. 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ ഈ കോടതി കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉന്മേഷ്. ശരി, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.